ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളുടെ ഈ ഒരു വ്ളോഗ് അവസാനം വരെ കാണാൻ മറക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ വളരെ 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 പ്രധാനപ്പെട്ട വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്ളോഗാണിത്. എവിടേക്കാണ് എല്ലാവരും ഇങ്ങനെ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കണമെന്നറിയോ? വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. ഞാനും അമ്മയും പാറും പ്രതുവും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ചേച്ചി ആ സമയത്ത് വീട്ടിൽ വന്നതായിരുന്നു. അപ്പം നമ്മളൊരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. സാരി ഉടുക്കാനൊന്നും അത്ര താല്പര്യമില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ. പക്ഷേ ഇപ്പം അടുത്തടുത്ത കാലങ്ങളായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിലപ്പോൾ കാണുന്നത് ഇങ്ങനൊരു സെറ്റ് മുണ്ടിലായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നും ഈ ഒരു സെറ്റ് മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നതിന് ഒരു പ്രധാന കാര്യമുണ്ട് കേട്ടോ. പിന്നെ എങ്ങോട്ടാണ് യാത്ര എന്നുള്ളത് പറയാം. ഇപ്പോൾ കേരളത്തിലെ ശരിക്കും ഒരു ചർച്ചാ വിഷയം തന്നെയാണ് ഈ ഒരു സ്ഥലം. എല്ലാവരുടെയും കണ്ണും മനസ്സും ഒക്കെ ഇങ്ങനെ ഈ ഒരു സ്ഥലത്തിലേക്ക് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ്. അതെ, കേരളത്തിലെ തിരുനാവായ എന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രത്യേകത എന്താണെന്നുള്ളത് ഇപ്പോൾ ഇവിടെയുള്ള ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അവിടെ മഹാമാഘ മഹോത്സവം നടക്കുകയാണ്, അതായത് കേരള കുംഭമേള. നമ്മളിതാ ഇവിടുന്ന് ഒരു ബസ് നിറയെ ആൾക്കാരാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ തവനൂര് വഴിയാണ് പോയിട്ടുള്ളത്. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുണ്ട്, അറിയുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാകും. ആ വഴിയാണ് നമ്മൾ പോയിട്ടുള്ളത്. കാരണം പാർക്കിങ്ങിനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അവിടെയാണ് സൗകര്യം. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ആ വഴിയാണ് പോയിട്ടുള്ളത്. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടക്കണം കേട്ടോ. അങ്ങനെ നടക്കുന്ന സമയത്താണ് നമുക്ക് അവിടെ ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും അമ്പലം കാണാൻ പറ്റും. ഇവിടെയാണോ? ഇതാണോ ശിവക്ഷേത്രം? ശിവക്ഷേത്രം. ഇനി നമ്മൾ പുഴയിലേക്കാണല്ലോ ഈ പോയിക്കൊണ്ടിരിക്കണേ. പുഴയല്ലേ? ഈ വെയിലെത്തിക്കാണോ പോണ്? അതന്നെ ഇപ്പൊ ഞാനും പറയണത്. എന്റെ പൊന്നെ, ഉച്ച വെയിലെത്തി പോണത്. ഓ മൈ ഗോഡ്, ഈ പാടത്ത് ഇത് പുഴയാണ്. ഇതാണ് പാടം ചോദിച്ചത് പ്രതു? ഇതാണോ നീ പാടം ചോദിച്ചത്? പുഴയാണ്. ബീച്ചല്ലേ? ബീച്ച് പോലെ ഉണ്ട് സത്യം. ഇവിടെയൊക്കെ കാണാണ്ട്. നമ്മളിപ്പോ എവിടേക്കാ പോണ്? This is not nice. This is not fun. Please take me home. I was forced to come here. സാരമില്ല, ഒക്കെ ശരിയാവും, ഒക്കെ ശരിയാവും. നമ്മൾ പോകുന്നത് എന്ത് കാണാനാണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വെയിലൊക്കെ കൊണ്ട് അങ്ങോട്ട് നടക്കുമ്പോൾ ഉള്ള ആ ഒരു സംഭാഷണങ്ങളൊക്കെയാണ് ഇപ്പോൾ കേട്ടത് കേട്ടോ. പക്ഷേ ഇതേ ആൾക്കാർ തന്നെ വന്നത് വെറുതെ ആയില്ല എന്നുള്ളത് തിരിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാം. അവിടൊക്കെ പുഴയുടെ അവിടേക്ക് ആൾക്കാർ ഇപ്പോഴേ വന്ന് നിന്ന് റെഡി ആയിട്ട്. അത് അവിടെയാണ് ആരതി ആ കാണുന്നത്. ആ കൊട, ആ 6 കൊട, 7. നമ്മുടെ കളി അപ്പുറത്താണ്. ഇനി നമ്മളപ്പുറത്തേക്കും പോണോ? അമ്മേ, ഇതുണ്ടോ ഇവിടെ നിറച്ച ആൾക്കാര്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങളും അവിടെ പാലം. നമുക്ക് തിരുവാതിര കളിക്കണം നിർബന്ധം. സംഭവം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞങ്ങൾക്ക് ഈ മഹാമാഘ മഹോത്സവത്തിൽ തിരുവാതിര കളിക്കാനുള്ള വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേര് ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മൾ എല്ലാവരെയും കൂട്ടിയിട്ട് പോവുകയാണ്. എനിക്ക് അമ്മേനെയും കുട്ടികളേനെയും അമ്മമ്മേനെയും കൊണ്ടുപോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മമ്മയ്ക്ക് അവിടെ പോകുമ്പോൾ ഇത്തിരി പ്രശ്നമാവും. കാരണം നല്ല തിരക്കായിരിക്കുമെന്നാണ് പോയിട്ടുള്ള പലരും നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആ തിരക്കിൻ്റെ ഇടയിലേക്ക് അമ്മമ്മേനെ കൊണ്ടുപോകുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് അറിഞ്ഞു. ആ കാരണം കൊണ്ടാണ് അമ്മമ്മ വരാതിരുന്നത്. അപ്പോൾ അമ്മയും ഞാനും കുട്ടികളും പിന്നെ അതുപോലെ നമ്മളെ തിരുവാതിര ടീമും പിന്നെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പേരും അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ബസ്സിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രമാണ് കേട്ടോ ഇത്. അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇതാണ് നിളാനദി. നിളാനദീനെ പറ്റിയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും.
ഉണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ഈ ഒരു നിലാനദിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ത്രിമൂർത്തി സംഘമാണ്. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ 3 അമ്പലങ്ങളുടെ നടുക്കായിട്ടാണ് ഇവിടെ നിലാനദി ഉള്ളത്. പിതൃതർപ്പണം നടത്തുന്നതിന് വേണ്ടിയിട്ടും ബലിയിടുന്നതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടേക്കാണ് വരുന്നത്. ജനുവരി 18 മുതൽ ഫെബ്രുവരി 3-ാം തീയതി വരെയാണ് കേട്ടോ ഇവിടെ ഈ കുംഭമേള നടക്കുന്നത്. ഈ മഹാമാഘ മഹോത്സവം ശരിക്കും നൂറ്റാണ്ടുകൾക്ക് മുന്നേ നടത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു ഉത്സവമാണത്രേ. പിന്നീട് അതിനെ മാമാങ്കം എന്ന പേരിലേക്ക് മാറ്റി. പക്ഷേ മാമാങ്കം പിന്നീട് ചോരക്കളം ആയി തീർന്ന ആ ഒരു സമയത്ത് പിന്നീട് അത് നിർത്തിവെക്കുമായിരുന്നു. അതായത് ഏകദേശം ഒരു 272 വർഷങ്ങൾക്ക് മുന്നേ നിർത്തിവെച്ചതാണ് ഈ മാമാങ്കം, അതായത് മഹാമാഘ മഹോത്സവം. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ സ്ഥിതിക്ക് നമ്മളുടെ തിരുവാതിരയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. പാർവതി പ്രിയ നന്ദന ശ്രീ ഗണേശ വിഘ്നേശ വരസിദ്ധി വിനായക ശുഭം കരോതു ശുഭപ്രദേ ഏതമിട്ടു നമിക്കുന്നേ ചിത്തശുദ്ധിയതേ ഗണേ ദേവി സരസ്വതി വാഗർത്ഥദായിനി സാരസ്വതാമി ഗുജ്ഞാനാംബി കാത്തിരിപ്പൂ കണ്ണായാനി കാച്ചിലം മിന്നാരം അതിദീപം ഹരിതം പാത്തു നെഞ്ചിൽ ചേർത്തു വയ്ക്കാൻ കാത്തിരിപ്പൂ കണ്ണായാനി കാച്ചിലം മിന്നാരം അതിദീപം ഹരിതം പാത്തു നെഞ്ചിൽ ചേർത്തു വയ്ക്കാൻ നീരെ 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 പൂക്കൂടി മാനസത്തിൽ നീർ പകരാൻ നീ വരുന്ന വഴിയോരം നിറമിഴിയാൽ തേടിടുന്നു ഒന്നു കാണാൻ ഒരു
തിരുവാതിര അവിടെ ഇത്രയും ഒരു പുണ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് അവിടെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ഒരു മഹാഭാഗ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ ദിവസങ്ങളിൽ അവിടെ ഒരുപാട് പരിപാടികളുണ്ട്. അതായത് ഓരോ ഭാഗത്തും അമ്പലത്തിൻ്റെ ഓരോ ഭാഗത്തും പരിപാടികളാണ്. ഉൾഭാഗത്ത് നാമജപം നടക്കുന്നുണ്ട്, അതുപോലെ നാരായണീയം വായന നടക്കുന്നുണ്ട്. പുറത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റേജിൽ നിറയെ കലാകാരന്മാരുടെ നിറയെ പരിപാടികൾ നടക്കുന്നുണ്ട്. നിറയെ സന്യാസി ശ്രേഷ്ഠന്മാർ അവിടെ വരുന്നുണ്ട്, സ്വാമിമാരുണ്ട്, ആചാര്യന്മാരുണ്ട്. അവരൊക്കെ യാഗങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ നദിയുടെ തീരത്ത് അവിടെ നിലാസ്നാനം ഉണ്ട്. അതാണ് ഭയങ്കര പുണ്യമായിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമായിട്ട് രാത്രി നമുക്ക് നില ആരതി ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു നേരിട്ട് കാണുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞാൽ എനിക്ക് തീരില്ല. അത്രയും രസമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഒരു 2:30-ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ആൾക്കാർ ആ സമയത്തേ വന്ന് സ്ഥാനം പിടിച്ചിട്ടുള്ളത് രാത്രിയിലുള്ള നില ആരതി കാണുന്നതിന് വേണ്ടിയിട്ടാണ്. നട്ടുച്ച പൊരുവയിലത്താണ് ഈ നിൽക്കുന്നത് കേട്ടോ. നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നമുക്ക് സ്റ്റേജ് ഉള്ളത്. അപ്പോൾ സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ അങ്ങോട്ട് തന്നെ പോകണം. അതായത് അവിടെ ഒരു താൽക്കാലികമായിട്ട് ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് നിള നദിയുടെ കുറുകെയായിട്ട്. കാരണം ഈ നില ആരതി നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ പാലത്തിലൂടെ നമ്മൾ അപ്പുറത്തേക്കൊന്ന് എത്തിക്കിട്ടണം എന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കണം കേട്ടോ. അതായത് വെയിലത്തും അങ്ങനെയൊക്കെ നിൽക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ തൽക്കാലമായിട്ട് കെട്ടിണ്ടാക്കിയിട്ടുള്ളതല്ലേ, അതിൽ ഒരുപാട് പേർക്ക് ഒന്നിച്ചൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് അങ്ങനെയാണ് ആൾക്കാരെ കടത്തി വിടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് സമയം. Relax more and more. ശേഷം അതിവിശിഷ്ടമായ ഈ ഹിന്ദുധർമ്മ സംഗമത്തെ പുനരുജ്ജീവിപ്പിക്കാൻ പല വർഷങ്ങളിൽ നിരവധി മഹാരാജ് എന്നിവർ മുഖ്യ രക്ഷാധികാരികളെമ്പാടും ഉദ്ഘോഷിച്ച 2025 പ്രയാഗ്രാജ് കുംഭമേളയെ തുടർന്ന് കേരളത്തിൽ കുംഭമേളയുടെ ഏറ്റവും സവിശേഷതയാർന്ന ചടങ്ങാണ് നിള ആരതി. കാശി വിശ്വനാഥന്റെ സവിധത്തിൽ ഞങ്ങൾ തിരുവാതിര കളിച്ച് തിരിച്ച് ഇപ്പുറത്തേക്ക് പുഴയുടെ ഇപ്പുറത്ത് എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരൊക്കെ തന്നെ നിലാരതി നടക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് സൈഡിൽ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ സുഖമായിട്ട് ഏറ്റവും മുന്നിലിരുന്നിട്ടാണ് നമ്മൾ നിലാരതി കാണാൻ വേണ്ടിയിട്ട്. മാമാങ്കം എന്നു പേരുവീണ ഈ ഉത്സവം കേരളത്തിന്റെ കുംഭമേളയാണ്. പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൽ ലോക നന്മയ്ക്കായുള്ള ആദ്യ യാഗം നടന്നത് തിരുനാവായ മണപ്പുറത്തിനപ്പുറമുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ തിരുവാതിര കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയപ്പോഴേക്കും ആ ഭാഗത്ത് ഒന്ന് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ അതുപോലെ ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും ആളുകളായിരുന്നു. അതൊക്കെ പലരും ഉച്ചയ്ക്ക് രാവിലെ തന്നെ വന്ന് അവിടെ ഇരിക്കുകയാണ്. ഇത് രാത്രിയിലത്തെ പരിപാടി കാണാൻ വേണ്ടി അവിടെ തന്നെ ഇരിക്കുകയാണ്. വെയിലൊന്നും പ്രശ്നമല്ല, എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. നില സ്നാനമുണ്ട്, നില ആരതിയുണ്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ആൾക്കാരുടെ ആത്മാക്കൾക്ക് വന്നു ചേർന്ന ദുരിതം തീർത്ത് അവർക്ക് മോക്ഷം കൊടുക്കുന്നതിനായുള്ള പൂജകളിലൂടെയാണ് ഇത്തവണത്തെ മാഘമഹോത്സവം ആരംഭിക്കുന്നത്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഞായറാഴ്ചയാണ്. അന്നത്തെ ഒരു ചെറിയ കണക്ക് വെച്ചിട്ട് 3 ലക്ഷത്തിലധികം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയണത്. അത്രയും ജനത്തിരക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഏറ്റവും പിന്നിലൊക്കെയാണ് നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെയാണ് ജനത്തിരക്കുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഏറ്റവും മുന്നിലാണ് ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ കാണാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. ഏറ്റവും മുന്നിൽ ഇരുന്നിട്ടാണ് നമ്മൾ നിളാരതി കാണുന്നത്. കാശിയിൽ വാരണാസിയിൽ നടത്തുന്ന ഗംഗ ആരതിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അവിടെ ഗംഗ ആരതി നടത്തുന്ന
പണ്ഡിറ്റുമാരുണ്ട്. അവർ തന്നെയാണ് ഇവിടെ വന്നിട്ട് ഈ നില ആരതി നടത്തുന്നത് കേട്ടോ. അവർ 7 പേരാണത്. അപ്പോൾ നമ്മളുടെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കണം. അതേ ഒരു ആരതിയാണ് നമ്മൾ ഇവിടെ ഇനി കാണാൻ പോകുന്നത്. ഹരി ഓം മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം ഗരുഡധ്വജ മംഗളം പുണ്ഡരീകാക്ഷ മംഗളായ തനോ ഹരി സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. नित्य प्रति संध्या वेला में होने वाली माँ गंगा की भव्य आरती कुछ क्षण पश्चात प्रारंभ होने जा रही है. आइए तब तक हम सभी लोग मिलकर पूर्ण भाव से जोरदार ताली के साथ 2 मिनट नाम संकीर्तन करें. गोविंद बोलो हरि गोपाल जो
जटाटवी कलज्जला कवापितस्थले बले मनंगलंबिका कृपया आप सभी भक्तजन शंकर शेष जटा
ये कवि केशव को में हे भागीरथी शांति हो शांति हो। कृपया आप सभी भक्तजन प्रेम भाव से जोरदार जयकार बोलिए। बोलो गंगा माता की जय, बोलो गोवर्धन नाथ की जय, राजा रामचंद्र की जय, बाबा विश्वनाथ की जय, अन्नपूर्णा माता की जय, लक्ष्मी माता की जय, सरस्वती माता की जय, शीतला माता की जय, ब्रह्म स्वरूप श्री सत्य साई बाबा की जय, परमहंस देव सद्गुरु श्री बापू जी महाराज की जय, श्री श्री शोभा माता की जय। महादेव शंभो 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 काशी विश्वनाथ बने, शंभो काशी विश्वनाथ बने, शंभो काशी विश्वनाथ बने, काशी विश्वनाथ बने। नमः पार्वती पते हर हर महादेव, हर हर महादेव, हर हर श्री गंगा माता की जय। ओम नमः शिवाय। नदी वंदनम समस्त। ओम गोदावरी मैया की जय, ओम कावेरी मैया की जय, ओम नर्मदा मैया की जय, ओम सिंधु मैया की जय, ओम नीला मैया की जय, ओम नवा मुकुंद स्वामी की जय, ओम नीला मैया की महानीला आरती की जय, ओम नीला मैया की महानीला आरती की जय, ओम नीला मैया की महानीला आरती की जय। नमः पार्वती पते हर हर महादेव। ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞത് നിള ആരതിയാണ് കേട്ടോ. എന്താ അതിനെപ്പറ്റി പറയേണ്ടതെന്നുള്ളത് എനിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വാക്കുകളില്ല. ഒരു വാക്കുകളിൽ കൂടെ പറഞ്ഞാൽ തീരുന്നതല്ല ആ ഒരു അനുഭൂതി എന്ന് പറയുന്നത്. അത് നമ്മൾ ശരിക്കും അവിടെ പോയി അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർ, അതായത് തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും കണ്ണൂരിൽ നിന്നും എന്തിന് കേരളത്തിൻ്റെ പുറത്തുനിന്നും കൂടെ ആൾക്കാർ ഇങ്ങോട്ട് ഇങ്ങനെ ഒഴുകുകയാണ്.
അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു നിവൃത്തി നിങ്ങൾക്ക് അവിടെ വരാനുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. വന്ന് തന്നെ അത് കാണണം, അത് തീർച്ചയായിട്ടും കാണണം. ഇനിയും വന്ന് കാണാത്തവർക്ക് കാണാൻ ഇനിയും കുറച്ച് ദിവസങ്ങളും കൂടിയും ബാക്കിയുണ്ട്. ഫെബ്രുവരി 3-ാം തീയതി വരെയുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള തിരക്കുകൾ ദിവസം തോറും കൂടിക്കൂടി വരികയാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അവിടെ വന്ന് കാണും. അത് സ്വന്തമായിട്ട് അനുഭവിച്ചറിയണം ആ ഒരു ഫീലിംഗ് എന്താണ് എന്നുള്ളത്. ഇതുപോലുള്ള യജ്ഞങ്ങളിൽ യാഗങ്ങളിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് നമ്മൾക്ക് ശരിക്കും വലിയൊരു പുണ്യമാണ് കേട്ടോ. ഭയങ്കര ഭാഗ്യമാണ്. എനിക്ക് തോന്നിയത് എനിക്ക് മാത്രമാണോ തോന്നുന്നത് ഇതുപോലെയുള്ള ഫീലിങ്സ്? പക്ഷേ അവിടെ വന്നിട്ടുള്ള ഓരോരുത്തരോടും എനിക്കറിയുന്നവരോട് ഞാൻ ചോദിച്ച സമയത്ത് എല്ലാവരും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. പഴയ ജനറേഷൻ തൊട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ ജനറേഷനിലേക്ക് പാറുവിൻ്റെയും പ്രതുവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ വരെ അവർക്ക് വരെ പറയാനുള്ളത് ഇതിനെപ്പറ്റി വല്ലാത്തൊരു ഫീലിങ്ങിനെ പറ്റിയിട്ടായിരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മളത് കാണുക തന്നെ വേണം. അപ്പോഴാണ് അത് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കുംഭമേളയുടെ വളരെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ എന്താണോ അത് അതുപോലെ നല്ല രീതിക്ക് തന്നെ നിങ്ങളെ എല്ലാവർക്കും കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഒരു വ്ളോഗ് കേട്ടോ. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ കേട്ടോ. നിലാരതിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രി 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8:15, 8:30 ആവാറായി. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രായഭേദമന്യേ ആൾക്കാരങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വയസ്സായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ആ ഒരു സന്തോഷം, ആ ഒരു പുണ്യം, മഹാഭാഗ്യമൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും തിരിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വ്ളോഗ് ഇത്രയൊക്കെയുള്ളൂ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യണേ. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരേക്കും ബൈ. 10:30 തളർന്ന് വീണ് കുട്ടി. അതൊന്നും എടുക്കാൻ പാടില്ല.